A heap of wheat is in the form of a cone whose diameter is 10.5 meter and height is 3 meter. അപ്പോൾ ഇവിടെ വീറ്റ് കോണിന്റെ ഫോമിലാക്കി അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതിന്റെ ഡയമീറ്റർ 10.5 മീറ്ററും ഹൈറ്റ് 3 മീറ്ററും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ നമുക്കിവിടെ ഒരു ഫിഗർ വരച്ചു നോക്കാം. വീറ്റിനെ ഇങ്ങനെ കോണിന്റെ ഒരു ഫോമില് വീറ്റിനെ ആക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഡയമീറ്റർ 10.5 മീറ്റർ ആണ്, ഹൈറ്റ് 3 മീറ്ററും ആണ്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഡയമീറ്റർ തന്നിട്ടുണ്ട് 10.5 മീറ്റർ. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. സോ റേഡിയസ് ഈസ് 10.5 by 2 മീറ്റർ. ഇനി നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് 3 മീറ്റർ. നമുക്കിതിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എന്ന് പറയുന്നത് എന്താണ്? കോണിന്റെ വോളിയം എന്താണ്? കോണിന്റെ വോളിയം 1/3 pi r square h ആണ് അല്ലേ. അപ്പൊ വോളിയം ഓഫ് ദി കോൺ ഈസ് ഈക്വൽ ടു 1/3 pi r square h. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 1/3 into pi is 22/7 into r. r is 10.5/2. അപ്പൊ ഇതിനെ r സ്ക്വയർ ആണ്. അപ്പൊ 10.5/2 2 ടൈംസ് ചെയ്യുന്നു ഇൻറ്റു h. h ഈസ് 3. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. 3ഉം 3ഉം കൂടെ കട്ട് ചെയ്യാം. 2ഉം 22ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 11 ആവും. ഇനി 7ഉം 10.5ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 1.5 എന്ന് കിട്ടും. അതായത് പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ 105 ആകും. 105 ഡിവൈഡഡ് ബൈ 7 ഈസ് 15. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 1.5 ആകും. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇനി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പൊ 11 into 15, 15 into 11, 5 1 5 1, 165 എന്ന് കിട്ടി. ഇതിനെ 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 5s are 25, 6 5s are 30, plus 2 32, 5 plus 3 8, 0 0 0, 5 6 1, 5 2 13 7 1 is equal to 17325. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ 1 2 പ്ലേസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റ് ഇവിടെ ഇടുന്നു, ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്യണം. 17325 ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. 8 2s are 16, 6 2s are 12. ഇനി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 2 താഴേക്ക് എഴുതി. 6 2s are 12. ഇനി ഇവിടെ 0 ആയി 5 താഴേക്ക് എഴുതുന്നു. 2 2s are 4, 1 0 ഇട്ട് കൊടുക്കുന്നു. 5 2s are 10 is equal to 86.625 മീറ്റർ ക്യൂബ്. വോളിയമാണ്, അതുകൊണ്ട് മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്കിത് ഈ കോണിന്റെ വോളിയം നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ദ ഹീപ്പ് ഈസ് ടു ബി കവേർഡ് ബൈ ക്യാൻവാസ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം റെയിൻ. അപ്പൊ ഈ വീറ്റിനെ റെയിനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതിന് ഒരു ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്യണം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ക്യാൻവാസ്. അപ്പൊ ഇത് കവർ ചെയ്യാൻ എത്ര ക്യാൻവാസ് വേണം, അതായത് എത്ര ഏരിയ ഉള്ള ക്യാൻവാസ് വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോണിനെ കവർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ചുറ്റുമുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? പൈ ആർ എൽ ആണ് കോണിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ആർ ഉണ്ട്, എച്ച് ഉണ്ട്, പക്ഷെങ്കിൽ എല്ല് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം എല്ല് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എല്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്?
L is equal to root R square plus H square is equal to R എത്രയാണ്? R is 10.5/2. 10.5/2 എന്ന് പറയുന്നത് എത്ര വരും? 5.25 വരും അല്ലേ? 5.25 വരും. 10.5/2 എന്ന് പറയുന്നത് 5.25 വരും. അതായത് 10.5നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5.25 കിട്ടും. ഇതിന്റെ സ്ക്വയർ പ്ലസ് h is 3. 3യുടെ സ്ക്വയർ. 525 into 525. 5 5s are 25. 5 2s are 10 plus 2 12. 5 5s are 25 plus 1 26. 5 2s are 10. 2 2s are 4 plus 1 5. 5 2s are 10. 5 2 6 2. 5 2 16. 5 7 2. is equal to 27565. ഇവിടെ 5.25 into 5.25 ചെയ്തപ്പോൾ 4 decimal places ഉണ്ട്. അപ്പോൾ 27.5625 plus 9. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 27.5625 plus 9. 5 2 6 5 16 3 6 is equal to root 36.5625. ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 6 5 6 2 5. അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഡെസിമൽ പോയിന്റിന്റെ ഇവിടേക്ക് 2 ഡിജിറ്റ് എടുക്കുന്നു. ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ്. ഇനി നമുക്കിവിടെ 36നെ 6 വെച്ച് ചെയ്യാം അല്ലേ? 6 6 are 36. ഇവിടെ 0 ആയി. അടുത്ത 2 ഡിജിറ്റ് നമ്മൾ താഴേക്ക് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു 56. ഇനി അടുത്ത ഡിവൈസർ 6ന്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്ത് 12 ഇവിടെ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 12ന്റെ കൂടെ ഒരു ഡിജിറ്റ് കൂടെ നമ്മൾ ഇനി ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 56നെക്കാട്ടിൽ കൂടുതലായിട്ട് 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് 0 ഇട്ട് കൊടുക്കാനേ പറ്റൂ, 1 ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 12ന്റെ കൂടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 120 ആകും. 120യെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 56 അതുപോലെ എഴുതി. ഇനി അടുത്ത 2 ഡിജിറ്റിനെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇനി ഇതിന്റെ കൂടെ 0 തന്നെ ആഡ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതുന്നു 1 2 0. ഇനി ഇവിടെ ഒരു ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഡിജിറ്റ് ഇനി ഇതിന്റെ കൂടെ 120യുടെ കൂടെ നമുക്ക് ഇവിടെ 5000 വരണം അല്ലേ? അപ്പോൾ 120യുടെ കൂടെ നമുക്കൊരു 4 ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 4 കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡിന്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അത് നമുക്ക് കണ്ടു നോക്കാം. 4 4s are 16. 1 4 2s are 8 4. അപ്പോൾ 4 8 1 6. അപ്പോൾ നമുക്ക് 4 കൊണ്ട് തന്നെ ചെയ്യാം. 4 8 1 6. ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 1 ആയി, ഇവിടെ 15 ആയി. 9 9 0, ഇവിടെ 4, ഇവിടെ 16. 8 0 9. ഇനി റൂട്ട് 36.5625 is equal to 6.04 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വരെ ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് 6.04 എന്ന് കിട്ടി. L is equal to 6.04. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദി ക്യാൻവാസ് റിക്വയർഡ് is equal to
ഇത് എന്തിന് ഈക്വൽ ആണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി ഹീപ്പ്. ഹീപ്പ് ഓഫ് വീറ്റിന്റെ കർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ഈക്വൽ ആണ് ഏരിയ ഓഫ് ദി ക്യാൻവാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പൈ ആർ എൽ is equal to pi is 22/7 into r. റേഡിയസ് എത്രയാണ്? നമുക്കിവിടെ 5.25 എന്നാണ് എടുത്തത് അല്ലേ? 5.25. 10.5 divided by 2 is 5.25 into L. L is 6.04 is equal to, ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? 525 7 കൂടെ നമുക്കിവിടെ ഡിവിഷൻ ചെയ്യാം. 525/7 is 75 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 75 into 22. 5 2s are 10, 7 2s are 14 plus 1 15, 5 2s are 10, 14 plus 1 15, 0 5 6 1 into 604. 0 5 4s are 20, 6 4s are 24 plus 2 26, 1 into 4 4, 4 plus 2 6, 0 0 0 0 0, 6 5s are 30, 6 6 are 36 plus 3 39, 6 plus 3 9, 0 0 6 6 9 9 is equal to 996600. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 7.5 ആണ്, 0.75 ആണ് വരുന്നത്. അതായത് 5.25നെയാണ് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. 0.75 വരും. ഇവിടെ 6.04. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 4 ഡിജിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇടുമ്പോൾ 99.6600 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും.